തിരുനാവായ മഹാമാഘ മഹോത്സവത്തിന്റെ അവസാന ദിനത്തിലും ജനത്തിരക്ക്. സ്നാനത്തിനും പൂജാകർമ്മങ്ങളിലും പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. സന്യാസി ശ്രേഷ്ഠരെ ആദരിക്കുന്ന യതീപൂജയായിരുന്നു ഇന്നത്തെ പ്രത്യേകത. ജനപ്രവാഹം ഒഴുകി എത്തുകയാണ്. മഹാമഘ മഹോത്സവത്തിലെ അവസാന നാളിലും ജനത്തിരക്കിന് ഒരു കുറവുമില്ല. പുണ്യകർമ്മമായ നിളാസ്നാനത്തിന് ആയിരക്കണക്കിന് ആളുകൾ എത്തി. രാവിലെ പരശുരാമ പൂജയോടെയായിരുന്നു ഇന്നത്തെ തുടക്കം. അതിനുശേഷം യതീപൂജ നടന്നു. സന്യാസിമാരെ ആദരിക്കുന്നതാണ് യതീപൂജ. യതിപൂജ എന്ന് പറയുന്നത് പൂർണ്ണ ദീക്ഷയെടുത്ത സന്യാസിമാരും ഭഗവാനും ഒന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സന്യാസിമാരെ, പൂർണ്ണ സന്യാസിമാരെ ഭക്തജനങ്ങൾ ആദരിച്ച്, സാധാരണ ക്ഷേത്രത്തിലുള്ള തിരുമേനിമാർ വന്ന് പീഠത്തിൽ കാല് വെച്ച് ഞങ്ങളെ ഒരു പാത്രത്തിൽ നിർത്തി കാല് കഴുകി അവിടുന്ന് നമുക്ക് കുമ്പം തന്ന് കൊണ്ടുവന്ന് നമ്മളെ ഇരുത്തി, അതിനുശേഷം നമ്മുടെ കാല് കഴുകി അതിൽ കുങ്കുമവും ഭസ്മവും ചന്ദനവും തൊടിയിച്ച് അതിൽ തുളസി കൊണ്ടുപോലും അർച്ചന ചെയ്ത് അതിനുശേഷം ആരതി തന്ന് അതിനുശേഷം നമുക്ക് തരുന്ന എല്ലാ, അതായത് ഭഗവാന് കിട്ടുന്ന എല്ലാ പൂജകളും പൂർണ്ണ സന്യാസിക്ക് കൊടുത്ത് ആദരിക്കുന്ന ചടങ്ങാണ് യതിപൂജ. വസ്ത്രം, അന്നം, പണം എല്ലാം അവർക്ക് തരും. അത് കഴിയുമ്പോൾ നമ്മൾ അവരെ പൂർണ്ണമായി, ആ ക്ഷേത്രത്തിലുള്ള പൂജാരിയെ പൂർണ്ണമായി നമ്മൾ അനുഗ്രഹിക്കുന്നിടത്ത് അവിടെ തീരുന്നു. ശേഷം നമ്മൾ അന്നം അവർ തരുന്നതും, അതായത് നമ്മുടെ എല്ലാം നിറയാണ്, പൂർണ്ണമായും നിറഞ്ഞ് പൂർണ്ണമായിട്ടും നമ്മൾ അവർക്ക് അനുഗ്രഹം കൊടുത്ത് പോകുന്നിടത്ത് യതിപൂജ തീരും. സന്യാസിമാർക്ക് ഭക്ഷണവും ദക്ഷിണയും നൽകി ആദരിച്ചു. കേരളത്തിന്റെ ആത്മീയ ഭൂമികയിൽ ഇടം നേടുകയാണ് കുംഭമേളയ്ക്ക് സമാനമായ മഹാമഘ മഹോത്സവം. ലോക നന്മയ്ക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച് പൂർണ്ണമായും സമൂഹത്തിന് വേണ്ടി അർപ്പിച്ചിട്ടുള്ളവരാണ് സന്യാസിമാർ. അവരെ ആദരിക്കുന്ന ചടങ്ങാണ് യതീപൂജ. അങ്ങനെ ആദരിക്കപ്പെടേണ്ടവരാണ് സന്യാസിമാർ. തിരുനാവായിൽ നിന്നും ക്യാമറമാൻ സന്തോഷ് കാവലക്കാടിനൊപ്പം ശിവദാസ് കൽമനം, ജനം.